ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മഹനൂസിൻ്റെ ടൂറിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് റിസോർട്ടിനായിട്ട് ഹോസ്പിറ്റലിൽ പോയി, റിസോർട്ടിലേക്ക് പനിയൊക്കെ കൂടി ആകെ ക്ഷീണം വന്ന് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോൾ ഒരു 9:30 മണിയൊക്കെ കഴിക്കണം കേട്ടോ. അങ്ങനെ ഒരു 10:30 മണിയൊക്കെ കഴിക്കണം. ഞാൻ മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചപ്പോൾ പിന്നെ ഒരു 2-3-4 മണിക്കൂറെങ്കിലും റെസ്റ്റിന് എടുക്കണ്ട. അങ്ങനെ ഞാനൊരു 1 മണി 1:15 അങ്ങനെ ഞാൻ ഉണ്ണിപ്പം ചുടാൻ നിന്നിട്ടാ. അപ്പോൾ ഞാൻ വീഡിയോസ് കുറച്ചെടുത്ത് പോകും, ഫോണിൽ സ്പേസ് ഇല്ലാതായി. അങ്ങനെ ഞാനത് നിർത്തി വെച്ചിട്ട് ചുടൽ. അങ്ങനെ ഞാൻ 2-3 വീഡിയോസ് എഡിറ്റ് ചെയ്ത്, കുറേ മുന്നുണ്ടായിരുന്ന വീഡിയോസ് എഡിറ്റ് ചെയ്ത് സ്പേസ് ഉണ്ടാക്കി ആദ്യത്തെ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റാക്കി വീണ്ടും ഞാൻ രണ്ടാമത് എടുത്തിട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് ചുടാനായപ്പോൾ 3:15 കേട്ടോ. അപ്പോൾ നമ്മൾ മിന്നുട്ട് എണീറ്റ് എന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ എണീറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സഹായിച്ചെന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റിനു എണീറ്റ്. അങ്ങനെ ഞാനൊന്നും ഉറങ്ങിയില്ല കേട്ടോ. അവർക്ക് പെട്ടെന്ന് കുട്ടിയുടെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ വെച്ചിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ റിസു ഉണരുന്നുണ്ട്, കരയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മിന്നുട്ട് പാത്രങ്ങളൊക്കെ കഴുകി തന്നെ അവർക്ക് മദ്രസിന് സമ്മാനം കിട്ടിയ പാത്രമാണ് കേട്ടോ. അത് അനൂസിനും റീനിനൊക്കെ കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി അയക്ക് ഉണ്ണിയപ്പോൾ നല്ലതൊക്കെ നോക്കി അയക്ക് റെഡിയാക്കി വെച്ച്, പിന്നെ ചൂടുവെള്ളം അനൂസിന് കൊണ്ടുപോകാനുള്ള ചൂടുവെള്ളം, കുടിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ റെഡിയാക്കി, ഉപ്പിട്ട ചൂടുവെള്ളം കഴുകാൻ വേണ്ടിയിട്ട് അത് റെഡിയാക്കി. പിന്നെ നമ്മൾ അനൂസിനെ ഉണർത്തി എണീറ്റ് കുളിച്ച് 2 സുന്നത്തൊക്കെ നിസ്കരിച്ച്, പിന്നെ അത് അവൻ്റെ മരുന്നൊക്കെ കൊടുത്ത് വായിലെല്ലാം മുറിവുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ തന്നെ ജെല്ലൊക്കെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ മാറ്റി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ മിന്നൂസ് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ, കൊണ്ടുപോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിൽ. അങ്ങനെ അതാ പോവാൻ റെഡി ആയിരിക്കുകയാണ്. ഓനെ കൊണ്ടാക്കാൻ പോവാ യാത്ര. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ ഉണർത്താതെ പോണിച്ചിട്ട് രാത്രി ഒന്നും ഉറങ്ങാത്തത് കൊണ്ട് റിനുവിൻ്റെ അടുത്താക്കി പോകാൻ വിചാരിച്ചു. പക്ഷെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ ടൈമിൽ നമ്മൾ റിസോർട്ട് ഉണർന്നു കേട്ടോ. അത് അങ്ങനെ തന്നെയാണല്ലോ ഈ മക്കൾ. നമ്മളെങ്ങനെ ഇതായാലും ഇറങ്ങാൻ ടൈമിൽ ആ മക്കൾ അത് ഉണരുമല്ലോ. അങ്ങനെ ഓനി മാറ്റിക്കൊണ്ട് അപ്പോൾ നമ്മൾ ഹനൂസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാനുള്ള എന്താ പറയുക ഒരുക്കത്തിലാണ്. പിന്നെ അത് ഹനൂസിനോട് ഇങ്ങനെ പറയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഭാഗ്യം, എനിക്ക് ടൂറാവാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായില്ല. ഞങ്ങൾക്കൊന്നും അതിന് ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞാൻ അൽഫാറൂഖിൽ വർക്ക് ചെയ്ത ടൈമിൽ ഞാൻ കുട്ടികളെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ പോയില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ടീച്ചർ ആയതുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു പോക്ക് മറക്കാനാവാത്തൊരു പോക്കാണ് കേട്ടോ. അന്ന് നക്ഷത്ര ബംഗ്ലാവിലൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കേട്ടോ. അന്നാണ് ഞാൻ ബോട്ടിൽ കയറിയിരിക്കണം. അന്നാണ് കേട്ടോ കുട്ടികളെ കൂടെ. അന്ന് ഞാൻ കപ്പലുണ്ടാക്കുന്ന സ്ഥലമൊക്കെ കണ്ടു. അതൊരു മറക്കാനാവാത്തൊരു യാത്രയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഞാൻ സ്കൂൾ വർക്ക് ചെയ്യാൻ പോയിരുന്നെങ്കിൽ കുട്ടികളെ കൂടെ ഒക്കെ പോവേനു. അപ്പം എൻ്റെ മുന്നോട്ട് എപ്പോഴും പറയും, അമ്മച്ചി ഉണ്ടെങ്കിൽ എനിക്കും പോവേനു എന്നൊക്കെ. ഇൻഷാ അല്ലാഹ് ഇനി പോകണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ടൂർ പോകുമ്പോൾ ഉള്ള സൈൻ ചെയ്യണം കേട്ടോ. പേപ്പറൊക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഈ പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ കുട്ടികളിൽ എഴുതിക്കുമ്പോഴാണ് നമ്മൾ അനൂസിനെ മുന്നോട്ട് പോയി പാളി വെക്കിക്കണത് കേട്ടോ. അപ്പോഴാണ് അനൂസിനെ ലേരിയിൽ കണ്ടുകണം. അതിൽ മിന്നു ആകെ അന്നം വിട്ടു. അനു ടൂർ പോണിയല്ല, പിന്നെ എന്താ പോകാൻ പേപ്പർ വാങ്ങാൻ പോയിക്കണത്. അങ്ങനെ അതാണ് അന്ന് മിന്നുട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വന്നിക്കണം കേട്ടോ. എന്താ ഇത് കഥ അനുസരിച്ച് വെച്ചിട്ട്. അപ്പോൾ ഓരോ ഭാഗ്യം ഓരോ വിധിയൊക്കെ അല്ലേ. സിയാറത്തിന് പോകാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, പക്ഷെ അതിന് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അനൂസ് പോവാണ്. തീരെ വയ്യ, വായ നിറച്ച് ഫുഡൊന്നും കഴിക്കാൻ വയ്യ. എന്നും കഞ്ഞിയാണ് വീട്ടിൽ നിന്ന് കുടിച്ചിരുന്നത് കേട്ടോ. മോനും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഒരു പാത്രത്തിൽ അത്യാവശ്യത്തിന് നിറച്ച് കൊടുത്തയച്ചിട്ട് എല്ലാവരും ബസ്സിലിരിക്കുമ്പോൾ എല്ലാ കുട്ടികളും കൂടി ഇരുന്ന് കഴിച്ചോട്ടെ വെച്ചിട്ട് അതൊരു സന്തോഷമല്ല. അപ്പോൾ ഞാൻ അനൂസിനോട് അറിഞ്ഞമ്മ കുട്ടി തിന്നരുത്, അതിൽ എണ്ണ ഉള്ളതാണ്, എൻ്റെ മുറിവിൽ പറ്റുന്നത് പറ്റൂല. അപ്പോൾ എനിക്ക് ഞാൻ ആപ്പിൾ തോല് ചെത്തിരി ചെറിയ കഷ്ണാക്കിയിട്ട് പാത്രത്തിലാക്കി കൊടുത്തിരുന്നു കേട്ടോ. കാരണം അവനത് ഇടയ്ക്ക് കഴിച്ചാലും അവനക്ക് വിശപ്പുണ്ടാവില്ലല്ലോ വെച്ചിട്ട്. അപ്പോൾ ഒരു രാവിലെ ഇഡ്ഡലിയും ചായയും, പിന്നെ ഇഡ്ഡലിയല്ല പുളിദോശ, വെള്ളദോശ, വെള്ളപ്പൊക്കെയാണ് കഴിച്ചിക്കണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിക്കണ്. ഞാൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുണ്ട്. അന്ന് കുഞ്ഞുള്ളതുകൊണ്ട് അങ്ങനെ പോയി. അല്ലെങ്കിൽ ഞങ്ങൾ നമ്മളെ അടുത്തുള്ളൊരു അയൽവാസി കുട്ടിയുണ്ട് ഓൻ്റെ ക്ലാസ്സിലുള്ള അവരെ കൂടെ ഏറ്റിട്ട് അങ്ങനെ കൊണ്ടാക്കാനാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ പോയിട്ട് കുറേ ടൈമിൽ കഴിഞ്ഞിരിക്കണം കേട്ടോ. ടൂർ പോയപ്പോൾ നമ്മൾ പറഞ്ഞ 5 മണിക്ക് തന്നെ പോയി, നേരം വൈകണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറേ ടൈം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഉണ്ണിയപ്പം ചുട്ടുക്കണം. ഉണ്ണിയപ്പം ചുടുന്നിടത്തുനിന്ന് ഓഫാക്കിയിട്ട് പോയതേനു കേട്ടോ. അപ്പം വിചാരിച്ചു കുറച്ചും കൂടി ഉണ്ണിയപ്പം ചുടാനുള്ള സമയം ഉണ്ടായിരുന്നു. വേറൊരു പാത്രത്തിൽ കുറച്ചും കൂടി ചുട്ടുകൊടുത്താൽ മതിയായിരുന്നു. കാരണം ഒരുപാട് വിഷമിച്ചിട്ട്. അപ്പോൾ റീനു പറഞ്ഞു അത്രയെങ്കിലും അത്ര ചുട്ടിയില്ല കൊടുത്തില്ല, അത് ഹാപ്പി ആവട്ടെ, അതന്നെ എനിക്ക് സന്തോഷമായിട്ടുണ്ടെന്ന്. ശരി തന്നെയാണ് കേട്ടോ.